ഇന്ത്യയിൽ 22 ലക്ഷത്തോളം പേരെഴുതിയിട്ടുള്ള ഒരു പരീക്ഷയാണ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ. ആ പരീക്ഷ എഴുതിയിട്ടുള്ള 6 കുട്ടികളാണ് ഇപ്പോൾ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് 20-ാം തീയതി, ഒരു കുട്ടി കൂടി, അതായത് ആകാംക്ഷ ചതുർവേദി എന്ന് പറയുന്ന 18 വയസ്സുള്ള ഒരു കുട്ടി കൂടി ആത്മഹത്യ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളോട് വായിക്കാം. അമ്മേ, അച്ഛ, മകൾ പഠിച്ച് ഡോക്ടറാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നു. പക്ഷേ നീറ്റ് വീണ്ടും എഴുതാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചു. ആദ്യ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമായിരുന്നു. വീണ്ടും എഴുതിയാൽ വിജയിക്കുമെന്നൊരുറപ്പില്ല. എന്നോട് ക്ഷമിക്കൂ എന്നാണ് ഈ ആകാംക്ഷ ചതുർവേദി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആകാംക്ഷ ചതുർവേദിക്ക് ഈ മെയ് 3 നടന്നിട്ടുള്ള നീറ്റ് പരീക്ഷ എഴുതിയപ്പോൾ അത് 650 മുകളിൽ സ്കോർ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ആകാംക്ഷ മടങ്ങിയത്. പക്ഷേ ആ കുട്ടിക്ക് പിന്നീടാണ് അറിയുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്നും അതുകൊണ്ട് വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ 6 കുട്ടികൾ മരിച്ചിട്ട് പോലും നമ്മുടെ ഇവിടെ ഒരു വലിയ വാർത്തയായി നമ്മളാരും പറഞ്ഞിരുന്നില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ ഒന്നും ഇത് ഏറ്റെടുക്കാൻ തയ്യാറല്ല. ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടാണ് അവർ കണക്കിലെടുക്കുന്നത്. ഈ ആകാംക്ഷ 2 കൊല്ലമായിട്ട് ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഈ ആകാംക്ഷയുടെ പിതാവെന്ന് പറയുന്നത് കൃഷ്ണകുമാർ ചൗബയാണ്. മകളുടെ പഠനവും വീട്ടുകാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം കർഷകനാണ്. പക്ഷെ ആ ജോലി കൂടാതെ പാചക തൊഴിലാളിയായിട്ടും ജോലി ചെയ്ത് കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു, അവരുടെ എത്ര വലിയ പ്രതീക്ഷയായിരുന്നു നന്നായി പഠിക്കുന്ന 18 വയസ്സുള്ള ആകാംക്ഷ ചതുർവേദി എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. കൂടാതെ മകളുടെ എൻട്രൻസ് തയ്യാറെടുപ്പുകൾക്കായി കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 3 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നീറ്റ് റദ്ദാക്കിയതിന് ശേഷം ഇങ്ങനെ 6 കുട്ടികൾ ജീവൻ ഒടുക്കിയിട്ടുണ്ട്. ഗോവ, UP, ഡൽഹി, രാജസ്ഥാൻ, കർണാടക എന്നിവിടങ്ങളിലാണ് മറ്റു മരണങ്ങൾ. ഇതിൻ്റെ പ്രശ്നം, ഈ പരീക്ഷ എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് എൻ്റെ പ്രേക്ഷകർ ആദ്യം ഒന്നറിയണം. കാരണം ഇന്ത്യയിലെ 1,30,000-ൽ താഴെ 1,29,000-ഓളം വരുന്ന MBBS സീറ്റുകളിലേക്ക് പ്രധാനമായും നടക്കുന്ന ഒരു പരീക്ഷയാണിത്. MBBS കൂടാതെ യുനാനി, സിദ്ധ, ആയുർവേദം, അതുപോലെ BDS, ദന്തൽ ഇതുപോലെയുള്ള കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ MBBS സീറ്റുകൾ കിട്ടണമെന്നാണ് ഇതിൽ എഴുതുന്ന മഹാഭൂരിപക്ഷം പേരുടെയും ആഗ്രഹം. കുറച്ച് പേരാണ് ദന്തൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ അതിൽ 1,29,000 സീറ്റുകളാണ് ആകെയുള്ളത്. പക്ഷേ എഴുതിയേക്കുന്ന കുട്ടികളുടെ നമ്പർ 22 ലക്ഷത്തോളം വരുന്ന കുട്ടികളാണെന്ന് അറിയണം. ഈ കുട്ടികളിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത്, അവരൊക്കെ തന്നെ ഒരു 5 കൊല്ലം 6 കൊല്ലമൊക്കെ പഠിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് മുതൽ ഇതിൻ്റെ കോച്ചിങ്ങിന് പോവുകയും എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും സൺഡേകളിലും അതുപോലെ അവധി ദിവസങ്ങളിലുമൊക്കെ കോച്ചിങ്ങിന് പോവുകയും അവരുടെ വീട്ടുകാരടക്കം ഒരു ദിവസം പോലും അവധിയെടുക്കാതെ ആകെ 70 വയസ്സ് 60 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ 6 കൊല്ലം ഇതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ കേരളത്തിൽ തന്നെ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് അതുപോലെ തൃശ്ശൂരിൽ നിന്നൊക്കെ പോലും പാലായിൽ പോയി ഡെയിലി പോയി പഠിച്ചിട്ട് തിരിച്ചു വരുന്ന കുട്ടികളുണ്ട്. അത്തരത്തിലുള്ള നിരവധി ആളുകളെ എനിക്കറിയാം. അങ്ങനെ പഠിച്ച് ഡോക്ടറായിട്ടുള്ള ആളുകളെയൊക്കെ അറിയാം. അപ്പോൾ അവരൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ വളരെ വിലപ്പെട്ട ഒരു 5-6 കൊല്ലം കഷ്ടപ്പെട്ട് അധ്വാനിച്ചതിന് ശേഷം ഒരു പരീക്ഷ എഴുതാൻ ചെല്ലുന്നു. ആ പരീക്ഷ എഴുതി കഴിയും പറയുന്നു ഇത് ഈ പറയുന്ന പോലെ ക്യാൻസൽ ചെയ്തു, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ഔട്ടായി എന്നറിയുന്നു. ഈ ലീക്ക് ഔട്ടായി എന്ന് പറയുന്നത് ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല, ഇത് നിരവധി തവണയായി സംഭവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ എങ്ങനെ വിശ്വസിച്ച് പരീക്ഷ എഴുതും? അതുകൊണ്ട് അതിൻ്റെ ആൻഷൈറ്റിയിലും ആദിയിലുമാണ് ഈ പാവം പിടിച്ച 6 കുട്ടികൾ സ്വയം മരണം തിരഞ്ഞെടുത്തത് എന്നുള്ളത് അറിയണം. സത്യത്തിൽ ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. പല ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പുറകെ ഈ പറഞ്ഞ പോലെ ലീക്കിന് നിന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആരാണെന്നുള്ളത് കണ്ടെത്തണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ രാജസ്ഥാനിൽ കോട്ട എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്. ആ സ്ഥലത്താണ് നിങ്ങൾ അറിയേണ്ടത് എൻട്രൻസിൻ്റെ കോച്ചിങ് സെൻറ്ററുകളുടെയൊക്കെ വലിയ വ്യാപനമുള്ളത്. ഒരു 200-250 കോടി രൂപയുടെ വ്യവസായമാണത് അവിടെ എന്ന് പറയുന്നത്. അവിടെയുള്ള വലിയ കോച്ചിങ് സെൻറ്ററുകൾ പലതും ഇപ്പോൾ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അലൻ, നാരായണ, അതുപോലെ തന്നെ ആകാശ്, ഇങ്ങനെയുള്ള നിരവധി കോച്ചിങ് സെൻറ്ററുകളുണ്ട്. ഞാനിപ്പോൾ എല്ലാത്തിൻ്റെയും പേര് പറയുന്നില്ല. ആ കോച്ചിങ് സെൻറ്ററുകളിൽ ഏതാണ്ട് 4-5 കൊല്ലം മുമ്പ് തന്നെ എനിക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയാവുന്ന കാര്യം, ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല, അത് നാരായണ എന്ന് പറയുന്ന ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്, IITയുടെ എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം 23 പേരാണ് അവിടെയുള്ള സമ്മർദ്ദം സഹിക്കുക വയ്യാതെ കുട്ടികൾ ആത്മഹത്യ ചെയ്തതെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ വലിയ സമ്മർദ്ദമാണ് ഇവർ അനുഭവിക്കുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന പഠനം രാത്രി വരെ നീണ്ടു നിൽക്കുകയും വലിയ സമ്മർദ്ദത്തിന് ഇരയാവുകയും ചെയ്യുന്ന കുട്ടികളാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് എഴുതാൻ വരുന്ന പരീക്ഷയിലാണ് ഇതുപോലെയുള്ള പോക്കൃത്തരം കൂടി കാണിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ വെച്ചാൽ, ഈ പരീക്ഷ കോപ്പി അടിച്ചു ഇതിൻ്റെ ലീക്ക് ഉണ്ടാക്കി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ ഒരു വലിയ മാഫിയയുടെ ചെറിയ കണ്ണികളാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം.
എങ്ങനെയാണത് വിൽക്കാൻ കഴിയുക എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വിൽക്കണമെങ്കിൽ എന്ത് വേണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കലും നാളെ പത്രത്തിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ പരസ്യം കൊടുത്ത് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട് ഞാൻ തരാം 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെ വിൽക്കും? ആ വിൽക്കണമെങ്കിൽ അവരുടെ കയ്യിൽ 22 ലക്ഷം പേരുടെയും ഡാറ്റാ ബേസുകൾ വേണം. ആ ഡാറ്റാ ബേസുകൾ അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്ററുകളായിട്ടോ വലിയ കണക്ഷൻസ് വേണം. ആ കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എല്ലാ കുട്ടികളെ ഇപ്പോൾ ആകാംക്ഷ ചതുർവേദിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് 25 ലക്ഷം രൂപ എന്ന ക്വസ്റ്റ്യൻ പേപ്പർ തരാം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അത് ലീക്കാവും. അദ്ദേഹം പോലീസിൽ അറിയിക്കും. കർഷകനാണ്, പാവപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു വലിയ തോതിൽ ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് 2 നിഗമനങ്ങളിലേക്ക് എത്തണം. ഒന്ന്, നീറ്റിൻ്റെ പരീക്ഷയിൽ സാധാരണയായി സ്കോർ ചെയ്യാൻ സാധ്യതയില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ അത്രത്തോളം ഹയസ്റ്റ് മാർക്കിലേക്ക് വരാത്ത കുട്ടികൾ ഏതാണെന്ന് കണ്ടെത്തണം. രണ്ടാമത്തേത്, ആ കുട്ടികളിൽ തന്നെ സാമ്പത്തികമുള്ള കുട്ടികൾ ആരാണെന്ന് കണ്ടെത്തണം. മൂന്നാമത്തേത്, ആ സാമ്പത്തികമുള്ള കുട്ടികളിൽ തന്നെ ഇങ്ങനെ ഒരു തരികിട കാണിച്ച് പേടിക്കാൻ സാധ്യതയുള്ള കുട്ടികൾ ആരാണെന്ന് കണ്ടെത്തണം. ഇത്രയും വലിയ കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കുട്ടിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡാറ്റാസോ വെച്ച് മാത്രം അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെച്ച് മാത്രം അവർക്ക് ഇത് ഒരു സെയിൽസ് പിച്ച് ചെയ്യാനോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ട് തരട്ടെ എന്ന് ചോദിച്ച് വിളിക്കാനോ ഒന്നും പറ്റില്ല. പിന്നെ എങ്ങനെ പറ്റും? ഈ ഇന്ത്യ മഹാരാജ്യത്തെ വലിയ വലിയ കോച്ചിങ് സെൻറ്ററുകളും അത് നടത്തുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ അത് നടത്തുന്ന അധ്യാപകരുമൊക്കെ ആയിട്ടുള്ള ഒരു കണക്ഷൻ കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ കഴിയൂ. അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കി വലിയ തോതിൽ ഇപ്പോൾ 1,29,000 പേരിൽ ഒരു 5 ലക്ഷം 8 ലക്ഷത്തോളം വരും മൊത്തം സീറ്റുകളൊക്കെ കൂടി കണക്കൂട്ടും, മറ്റ് സ്ട്രീമിലുള്ളതൊക്കെ കൂടി. അപ്പോൾ അത്തരം സീറ്റുകളിൽ ഒരു 2 ലക്ഷം പേർക്കെങ്കിലും അല്ലെങ്കിൽ 1 ലക്ഷം പേർക്ക് കൊല്ലപ്പെട്ട ഒരു 50,000 പേർക്കെങ്കിലും വിൽക്കാൻ കഴിഞ്ഞാലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. വലിയ കോടിക്കണക്കിന് രൂപ വരുള്ളൂ. ഒരാളുടെ നിന്ന് 20 ലക്ഷം ഒരാളുടെ നിന്ന് 10 ലക്ഷവും ഒക്കെ മേടിക്കണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ഒരു 50,000 പേർ അല്ലെങ്കിൽ 1 ലക്ഷം പേർ ഇത്തരത്തിൽ മേടിക്കാൻ തയ്യാറാവുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ വരുന്ന വലിയ ഹെഫ്റ്റി ആയിട്ടുള്ള എമൗണ്ട് എന്തായിരിക്കും? അങ്ങനെ എമൗണ്ട് കിട്ടുന്ന ഒരു നെറ്റ്വർക്ക് ഇന്ത്യ മുഴുവൻ വ്യാപിക്കണമെങ്കിൽ, എന്നിട്ടും അത് പുറത്തു പോകാതിരിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥർക്കും ഇവിടുത്തെ രാഷ്ട്രീയത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകളുടെയും സംരക്ഷണമില്ലാതെ അത് സാധ്യമാകും എന്നുള്ളത് ഇത് കേൾക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു പൊളിറ്റിക്കൽ പാട്രേജ് ഇല്ലാതെ ഇതിൻ്റെ പുറകിൽ വലിയ മാഫിയ സംഘങ്ങളില്ലാതെ ഇത് സാധ്യമാകുമോ? യഥാർത്ഥത്തിൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങളോ വിൽക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടേണ്ടത്. കാരണം മയക്കുമരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയേഴ്സിനെ കണ്ടെത്താനായിട്ട് ഇത് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതങ്ങനെ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇത് +2 നന്നായി പഠിക്കുന്ന, എൻട്രൻസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, നീറ്റ് പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അത് എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇതെത്താൻ കഴിയൂ. അവരൊരിക്കലും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കില്ല, വിവരവും അത്യാവശ്യം ബോധമൊക്കെ ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരിൽ ആരുടെ അടുത്തു നിന്നാണ് ഇത്തരത്തിൽ പണം മേടിക്കാൻ കഴിയുക എന്നുള്ള ഒരു നെറ്റ്വർക്ക് ഇന്ത്യ മുഴുവൻ സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും? ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ക്യാറ്റ് എഴുതിയ സമയത്ത് ആ ക്യാറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കാവുകയാണ്. അതിനുശേഷം നിരവധി തവണ ഇതുപോലെ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട്. ആ ലീക്കായതിനു ശേഷം അതിൽ പിടിക്കപ്പെട്ടിട്ടുള്ള 4-5 ഡോക്ടേഴ്സിനെ പിടിക്കപ്പെട്ടപ്പോൾ അതിൽ ഒരാൾക്ക് 100 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്. അപ്പോൾ അവൻ എത്ര കാലമായി ഇത് നടത്തിയിട്ടുണ്ടാവും? ഇതിലേക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ പറയുന്ന പോലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുടെ ജീവിതം എറിഞ്ഞു കൊടുക്കണോ എന്നുള്ളത് ഇനിയെങ്കിലും ആലോചിക്കണ്ടേ? എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ചോദിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരാളുമില്ല എന്നുള്ളത് മാത്രമല്ല, വെറും ഈ പറയുന്ന പോലെ അങ്ങേറ്റം നിരുത്തരവാദപരമായിട്ടുള്ള പണികളാണ് ഇതിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണ്ടേ. കാരണം മാധ്യമങ്ങൾ പോലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല. മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവരൊന്നും ഇതിൻ്റെ ഗൗരവത്തിൽ നമ്മളെ അറിയിക്കുന്നു പോലുമില്ല. അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ചർച്ച ചെയ്തത് എന്താണ്? പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ്. രണ്ടാമത്തെ ദിവസം പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ്. നവീൻ ബാബു കേസ് CPM അട്ടിമറിച്ചത് എങ്ങനെ? ഗൺമാൻ വധശ്രമത്തിന് അറസ്റ്റിലാകുമോ? പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡ്. അതേസമയം നാഷണൽ ഏജൻറ് ആളുകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത് നീറ്റിൻ്റെ കേസ്, പെട്രോൾ ഡീസൽ വില വർധനവ്, രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി, LPG ഗ്യാസിൻ്റെ അന്യായ വർധനവ്, ഇതൊക്കെയാണ്. ഇനി അതല്ലെങ്കിൽ തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പാളിയത്, അല്ലെങ്കിൽ അവിടെ വലിയ തോതിൽ വെള്ളം പൊങ്ങി ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാതെ ഭക്ഷണം പോലും കഴിക്കാതെ വീടുകളിൽ ഇരിക്കേണ്ടി വന്നത്, ഇതൊന്നും ഇന്ത്യ രാജ്യത്തുള്ള ഒരു വാർത്തയും പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഒരു വാർത്തയാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം. ഇത് നമ്മുടെ മാധ്യമങ്ങൾ നാഷണൽ ലെവലിലും ഈ പറഞ്ഞ പോലെ കേരളത്തിലൊക്കെ എടുക്കുന്ന നിലപാടിതാണെങ്കിൽ ഇതേ തന്നെ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നമ്മുടെ പ്രതിപക്ഷവും അലംഭാവത്തിലാണ്. പ്രതിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി എടുത്തിട്ടുള്ള ഒരു പ്രസ്താവന ഞാൻ നിങ്ങൾക്ക് വായിക്കാം. ആ പ്രസ്താവന തന്നെ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നിരുത്തരവാദപരമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ആകാംക്ഷയുടേത് ആത്മഹത്യയല്ല, മോദിയുടെ കീഴിൽ തകർന്ന അഴിമതി നിറഞ്ഞ സംവിധാനങ്ങളുടെ പ്രത്യാഘാതമാണ്.
അന്വേഷണം, സ്ഥലം മാറ്റം എല്ലാം ഉണ്ട്. പക്ഷെ സംവിധാനങ്ങളിൽ ഒരു മാറ്റവുമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഇപ്പോഴും മന്ത്രിയായി തുടരുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ നിങ്ങൾ തകർക്കുന്നതിൻ്റെ അനന്തരഫലമാണ് ചെറുപ്പക്കാർ ഇന്ന് അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ പുള്ളി പ്രതിപക്ഷ നേതാവാണ്, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവാണ്. പുള്ളിയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. അതായത് പുള്ളി എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ഇടും, അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ പരിപാടി തീർന്നു. ഇതിനു വേണ്ടി റോട്ടിൽ സമരം ചെയ്യാനും ഇതിൽ ധർമ്മേന്ദ്ര പ്രധാൻ നിങ്ങൾ അക്കൗണ്ടബിൾ ആണെന്ന് പറയാനും നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളാണെന്ന് പറയാനും രാജിവെക്കണമെന്ന് പറയാനും ഒരു പ്രതിപക്ഷം പോലും ഇവിടെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. ഇതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ നിങ്ങൾ തകർക്കുന്നതിന് അനന്തരഫലമാണ് ചെറുപ്പക്കാർ അനുഭവിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇത് എവിടെ പോയി കിടക്കുകയാണ്? ഇദ്ദേഹം പ്രതിപക്ഷ നേതാവല്ലേ? ഗവൺമെൻറ് ഇത് ചെയ്യുന്നില്ല. മോദിയും അതുപോലെ ധർമ്മേന്ദ്ര പ്രധാനവും ചെയ്യുന്നില്ല. അവർക്ക് വേറെ പണികളുണ്ട്. അവർ ഇലക്ഷൻ ജയിപ്പിക്കാനുള്ള പണികളിലാണ്. ഇതൊന്നും നോക്കാൻ അവർക്ക് നേരമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഹരിയാനയിലൊക്കെ ഇലക്ഷൻ നോക്കിയത് അദ്ദേഹമാണ്. അതുപോലെ സ്ട്രാറ്റജിസ്റ്റാണ്. അദ്ദേഹത്തിന് അതൊക്കെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കാൻ അവർക്ക് നേരമില്ല. കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം. ഇനി ഇതിൻ്റെ താഴെ മനോരമ കാണിച്ചേക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതും കൂടിയാണ് ഗംഭീരം. ഇതിനെതിരെ മുഖപ്രസംഗം എഴുതാനോ ഇതിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനോ ഒന്നും മനോരമ തയ്യാറായിട്ടുള്ളത് മാത്രമല്ല, മനോരമ എഴുതി വച്ചേക്കുന്നത് ഒരൊറ്റ വാചകമാണ്: ഓർക്കുക, ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടണം. സഹായത്തിന് ദിശ ഹെൽപ്പ് ലൈനിൽ വിളിക്കാം എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇതൊക്കെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പക്ഷേ ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ ദിശ ഹെൽപ്പ് ലൈനിൽ വിളിക്കാം. ഓക്കെ, ഇതാണോ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം? ഇത് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ ഇതിനേക്കാൾ കുറേ കൂടി രൂക്ഷമായ തലത്തിൽ എഡിറ്റോറിയൽ എഴുതാനോ അല്ലെങ്കിൽ രാജ്യത്ത് വിമർശിക്കാനോ ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കാനോ ഒക്കെ ശ്രമിക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മുടെ മാധ്യമങ്ങൾ എന്താണ് നിർവഹിക്കുക എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലാതെ ഇതുപോലെ ആശ്വാസവാക്കുകൾ പറയുക മാത്രമല്ലല്ലോ ഉത്തരവാദിത്തം. നിങ്ങളുടെ കൂടി അഭിപ്രായം എനിക്കെന്നറിയണം. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.